അപ്പം രാവിലെ തന്നെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ശുഭദിനം ഉച്ചയായെന്ന് തോന്നുന്നു, എന്നാലും ഒരു ശുഭദിനം ഇരിക്കട്ടല്ലേ. നമ്മളൊരു കാര്യം തുടങ്ങാൻ പോവല്ലേ. അപ്പോൾ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ തന്നെയാണ് നമ്മൾ രാവിലെ തന്നെ. അപ്പോൾ ഇന്നലെ 250 കോടി കവർ ചെയ്ത എമ്പുരാനെ നമ്മൾ കണ്ടു. അപ്പോൾ 252 കോടി കളക്ട് ചെയ്തിട്ടുണ്ട്. 252 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അറിയാൻ പറ്റുന്നത്. അപ്പം മറ്റു പലരും 275, 300 ഒക്കെ പറയുന്നെങ്കിൽ കൃത്യമായിട്ടുള്ള കണക്ക് 250 കോടിക്ക് മുകളിൽ, 252 കോടിക്ക് മുകളിൽ ഇന്നലെ കണക്ട് ചെയ്തു. ഇന്നലത്തെ എനിക്ക് തോന്നുന്നു 6 കോടിക്ക് മുകളിലാണ്. കൃത്യമായിട്ടുള്ള കണക്കുകൾ വന്നിട്ടില്ല, എന്നാലും 6 കോടിക്ക് മുകളിൽ ഇന്നലെ കളക്ട് ചെയ്തു എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ കളക്ഷൻ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കേരളത്തിലെ ആ 89 കോടി 2018 തകർത്ത 89 കോടി എവിടെ ചെന്നെത്തും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചത്തെ അപേക്ഷിച്ച് ഇന്നലത്തെ കളക്ഷൻ വളരെ കൂടുതലുണ്ട് എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം 4 കോടിക്ക് അടുത്തുള്ള കളക്ഷൻ ഇന്നലെ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിൻ്റെയും കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് 80 കോടി ടച്ച് ചെയ്ത് കാണും. അപ്പോൾ ഇന്നത്തെ കളക്ഷനും കൂടെ ആകുമ്പോഴത്തേന് ഏകദേശം 82 കോടി ഒക്കെ റേഞ്ച് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകളും ബാക്കി വിവരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ തന്നെ നമുക്ക് കാണാം. അങ്ങനെ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വളരെ റെക്കോർഡുകളുടെ ഒരു പെരുമഴ തന്നെ തീർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 250 കോടി തകർത്തു കഴിഞ്ഞപ്പോഴത്തേന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചിത്രം 250 കടക്കുന്നത് എന്ന്. അത് എമ്പുരാന് മാത്രം സ്വന്തമാണ്. 241 നേരത്തെ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം ലോകമെമ്പാടിൽ നിന്ന് നേടിയ കളക്ഷൻ. അത് മറികടന്ന് 250 എത്തി എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ഇന്നലെ നമുക്ക് കിട്ടിയത്. അപ്പം അധികം വൈകാതെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ നിന്ന് 89 കോടിയും അതുപോലെ തന്നെ 100 കോടിയും കടക്കട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഗൾഫിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഗൾഫ് മേഖലയിൽ നിന്ന് മാത്രമായി 80 കോടി കളക്ട് ചെയ്തു. ഇന്ന് 81, 82 കോടിയിലേക്ക് കടക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏകദേശം 35 കോടിയോട് അടുക്കുന്നു. അത് കർണാടക, തമിഴ്നാട്, ഹിന്ദി മേഖല, ഇവിടുന്ന് എല്ലാം കൂടെ 35 കോടിക്കടുത്ത് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഓർഫീഫ് പ്രകാരം 140 കോടി, ഏറ്റവും കൂടുതൽ നേടിയത് 140 കോടിയാണ്. അത് 150 കോടിയുടെ അടുക്കുന്നു. അപ്പം എല്ലാം ഇങ്ങനെ അടുത്ത് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇതെല്ലാം വിൻ ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും 300 കോടി ആ സ്വപ്നതുല്യമായ ടാർഗറ്റിലേക്ക് മലയാള സിനിമ എത്തും. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കേരളത്തിൽ നിന്നുള്ള 100 കോടിയിലേക്ക് എത്തും. 100 കോടിയിലേക്ക് എത്തിയില്ലെങ്കിൽ 89 കോടി എന്നുള്ള 2018 റെക്കോർഡ് തകർക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതെല്ലാം ഒരാഴ്ചയ്ക്കുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ വർക്കിംഗ് ഡേ ആണ്. ചെറിയ ഇടിവ് വന്നിട്ടുണ്ട്. എന്നാലും ഇന്നും 2 കോടിക്കടുത്തുള്ള കളക്ഷൻ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പുതിയ ചിത്രങ്ങൾ ഏപ്രിൽ 10-നാണ് ഇറങ്ങുന്നത്. അതുവരെ എമ്പുരാൻ്റെ ഒരു പടയോട്ടം തന്നെ ആയിരിക്കും. ഏപ്രിൽ 10 ആയി കഴിഞ്ഞാൽ 4 ചിത്രങ്ങളോളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ തിയേറ്ററിൻ്റെ എണ്ണം കുറയാൻ, അത് കളക്ഷനെ ബാധിക്കുകയും ചെയ്യാം. ഏതായാലും എമ്പുരാൻ വിഷു ചിത്രങ്ങളിലും മുൻപന്തിയിൽ തന്നെ നിൽക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കല്ലേ. എനിക്ക് തോന്നുന്നു എമ്പുരാനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് ഒരുമാതിരി 3/4 പങ്ക് ആൾക്കാർ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കറിയാൻ വരുന്നത്. കാര്യം അതുപോലുള്ള ഒരാഴ്ച കൊണ്ട് നേടിയ കളക്ഷനാണ്. ഇപ്പം പണ്ടത്തെ കൂട്ടമൊന്നുമില്ല. 100, 365 ദിവസമൊക്കെ ഓടിയ ചിത്രങ്ങളുണ്ട്. 400 ദിവസം വരെ ഓടിയ ചിത്രങ്ങളുണ്ട്. അതുപോലെ അല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ കാലത്ത് ഒരു 10-20 ദിവസത്തിനുള്ളിൽ സംഭവം അറിയാം. ഒരു ചിത്രം ഇറങ്ങി ആദ്യത്തെ ഷോ കഴിയുമ്പോൾ തന്നെ ആ ചിത്രത്തിൻ്റെ ജാതകം നിശ്ചയിക്കുന്നു. ആ രീതിയിലാണ് ഇപ്പോഴത്തെ രീതികളെല്ലാം പോകുന്നത്. അതുകൊണ്ട് എമ്പുരാൻ ഇപ്പം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. 10 ദിവസം കൊണ്ട് 250 കോടിയൊക്കെ കടക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പോലും പറ്റത്തില്ല. ആ അവസ്ഥയാണ്. പെട്ടെന്ന് കാശ് മുടക്കുക, പെട്ടെന്ന് ലാഭം നേടുക, ആ രീതിയിലേക്ക് മാറുന്നുണ്ട്. അത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾ ഒത്തിരി കാത്തിരുന്ന് നോക്കേണ്ട കാര്യമില്ല. എല്ലാം പെട്ടെന്നായിരുന്നു.
അപ്പോൾ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട പുതിയ വാർത്തകൾക്കും വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വിഷയമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.